ആരും എന്നെക്കുറിച്ച് നല്ല കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനും ഇമ്പ്രൂവ് ആകണം? ഇങ്ങനെ ആലോചിച്ച് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. എന്നെപ്പറ്റി മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഞാൻ ഇമ്പ്രൂവ് ആകുന്നതിനൊരു അർത്ഥമുള്ളത്. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുക, അവരുടെ അപ്രീസിയേഷൻ കിട്ടുക, ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ പലപ്പോഴും വിചാരിച്ച് പോകാറുണ്ടല്ലേ. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം. ചില ആളുകൾ അമിതമായിട്ട് ഇങ്ങനൊരു ചിന്തയിലേക്ക് പോകാറുണ്ട്. മറ്റുള്ളവരുടെ കെയർ കിട്ടുമ്പോൾ, മറ്റുള്ളവർ ഞാൻ ചെയ്ത ഒരു കാര്യത്തെ അതൊരു നല്ല കാര്യമായി പറയുമ്പോൾ മാത്രമാണ് ഞാൻ ഇമ്പ്രൂവ് ആകുന്നതിൻ്റെ പോലും മീനിങ് ഉള്ളൂ എന്ന് ചിന്തിച്ച് പോകാറുണ്ട്. ഇത് പക്ഷെ എപ്പോഴും സാധ്യമാണോ? നമുക്ക് ചുറ്റുമുള്ളവർ എപ്പോഴും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ടോ? അവർ നമ്മുടെ നന്മകളെ കാണണമെന്നോ? നമ്മൾ ചിലപ്പോൾ നന്മകൾ ചെയ്താൽ പോലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അതിനെ ചിലപ്പോൾ വളരെ നെഗറ്റീവായിട്ട് പോലും നമുക്കൊപ്പം ഉള്ളവർ ചിലപ്പോൾ പറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എൻവയോൺമെൻറ്റ് വളരെ നെഗറ്റീവായി മാറുമ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസിനെ അത് അഫക്റ്റ് ചെയ്യും. നമ്മൾ പിന്നോട്ട് പോകാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ട്. നമ്മൾ ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. പോസിറ്റീവ് അഫർമേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മളോട് തന്നെ വളരെ പോസിറ്റീവായി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിൽ സംസാരിക്കുന്നു, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന്, ഞാൻ എന്നെ തന്നെ കെയർ ചെയ്യുന്നു, ഞാനൊരു വാല്യൂ ഉള്ള വ്യക്തിയാണ്. ഈ ലോകത്ത് വാല്യൂ ഇല്ലാത്തവരായി ഒരു മനുഷ്യർ പോലും ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലും നന്മയില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടാവുമോ? അപ്പോൾ ഞാനും ഒരു വാല്യൂ ഉള്ള ഒരാളാണ്. എൻ്റെ ചെറിയ നന്മകൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നു. ഞാൻ എന്നെ തന്നെ കെയർ ചെയ്യുന്നു. മറ്റുള്ളവർ എന്നെ കെയർ ചെയ്യുന്നില്ലെന്ന് തോന്നിയാൽ പോലും ഞാൻ എന്നെ തന്നെ കെയർ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇന്നത്തെ ദിവസം അല്പമെങ്കിലും സമാധാനമായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. ഞാൻ എന്നെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഇന്നത്തെ ദിവസം ഞാൻ ശ്രമിക്കുന്നു. ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നു. ഞാൻ ഇന്നൊരു കാര്യത്തിൽ 1% മാത്രം ഇമ്പ്രൂവ് ആയാലും മതി. അതുതന്നെ ഒരുപാട് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് കിട്ടാനായിട്ട് എന്നെ സഹായിക്കും. എന്നെ കുറ്റപ്പെടുത്തിയവരുടെ ചിന്തകളിൽ നിന്ന് ഞാൻ എൻ്റെ മനസ്സ് മാറ്റും. മുൻപ് നടന്ന ഒരുപാട് കാര്യങ്ങൾ എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ അതിനെയൊക്കെ മനസ്സിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വിട്ട് വേറെ കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്ത് ഞാൻ ആ കഴിഞ്ഞ കാര്യങ്ങളെയൊക്കെ ഇന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നില്ല. എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു ഏറ്റവും കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും ഞാൻ ഇന്നത്തെ ദിവസം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ നിന്ന് പറയാം. ഏതാണോ നിങ്ങളുടെ സാഹചര്യത്തിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അത്തരം പോസിറ്റീവായിട്ടുള്ള വാചകങ്ങൾ മനസ്സിൽ ഇന്ന് പറയാനായിട്ട് ശ്രമിക്കാം. ഉറപ്പായിട്ടും ഡിപ്രഷനിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ, കോൺഫിഡൻസ് കൂടാനായിട്ട്, മനസ്സിന് അല്പം സമാധാനം കിട്ടാനായിട്ടൊക്കെ ഈ പോസിറ്റീവ് അഫർമേഷൻ നമ്മളെ സഹായിക്കും. ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കാം. ഇന്ന് 1% മാറ്റം ഈ പോസിറ്റീവ് അഫർമേഷൻ കൊണ്ട് നമുക്കുണ്ടായാലും അത് വലിയ മാറ്റമായി കരുതാം. നാളെയും ഇത് ഉപയോഗിക്കാം. അങ്ങനെ കൺസിസ്റ്റൻ്റായി നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും നമുക്കെതിരായി നിന്നാൽ പോലും, നമ്മളെ കെയർ ചെയ്യുന്നില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ മാറ്റങ്ങൾ, ചെറിയ ചെറിയ സമാധാനം മനസ്സിന് കിട്ടാൻ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് പറയാം. നമ്മുടെ നന്മകൾക്ക് അല്പമെങ്കിലും പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം.